ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ആചാര്യൻ വിനായക് ദാമോദർ സവർക്കർക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകണമെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ഇന്ത്യയിൽ പുതിയൊരു രാഷ്ട്രീയ പോരിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സവർക്കറെ ആദരിക്കുന്നത് ഭാരതരത്നയുടെ അന്തസ് വർദ്ധിപ്പിക്കുമെന്ന ഭാഗവതിന്റെ പരാമർശത്തിന് അതിരൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസ് മറുപടി നൽകിയത്. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മുംബൈയിൽ നടന്ന പൊതുസംവാദത്തിലായിരുന്നു മോഹൻ ഭാഗവത് സവർക്കറായി വാദിച്ചത്. സവർക്കറെ പോലൊരു വിപ്ലവകാരിയെയും ചിന്തകനെയും രാജ്യം അർഹമായ രീതിയിൽ ആദരിക്കേണ്ടത് കാലഘട്ടത്തിന് ആവശ്യമാണെന്നും അദ്ദേഹത്തിന് ഭാരതരത്ന നൽകുന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കണമെന്നും ഭാഗവത് ആവശ്യപ്പെട്ടു. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പരിഹാസവും വിമർശനവുമായി കോൺഗ്രസ് MP ഇമ്രാൻ മസൂർ രംഗത്തെത്തി. സവർക്കർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതരത്ന നൽകേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. ഇന്ത്യയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കണമെന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആദ്യമായി മുന്നോട്ട് വെച്ചതിനാലാണോ ഈ ബഹുമതിയെന്ന് മസൂദ് പരിഹസിച്ചു. ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ എഴുതി നൽകിയ ഒരാളെ എങ്ങനെയാണ് രാജ്യം പരമോന്നത ബഹുമതി നൽകി ആദരിക്കുക എന്ന ചോദ്യം കോൺഗ്രസ് വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. വിഭജനത്തിന് പ്രത്യയശാസ്ത്രപരമായ അടിത്തറ പാകിയത് സവർക്കറാണെന്നും അത് രാജ്യത്തിന് ഉണ്ടാക്കിയ മുറിവുകൾ ചെറുതല്ലെന്നും ഇമ്രാൻ മസൂദ് കുറ്റപ്പെടുത്തി. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ സവർക്കർക്ക് നൽകുന്ന വലിയ പ്രാധാന്യം എന്നും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ജയിലിലെ തടവ് കാലത്ത് അദ്ദേഹം നൽകിയ മാപ്പപേക്ഷകളാണ് കോൺഗ്രസ് പ്രധാനമായും ആയുധമാക്കുന്നത്. എന്നാൽ രാജ്യത്തിന് വേണ്ടി പോരാടി ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച വീര സവർക്കറെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് BJP-യും RSS-ഉം വാദിക്കുന്നു. മുംബൈയിലെ പരിപാടിയിൽ സംസാരിക്കവേ സവർക്കറുടെ ദർശനങ്ങൾ ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമാണെന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഹൈന്ദവ ഐക്യത്തിനും ദേശീയതയ്ക്കും വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകൾ ഇല്ലാത്തതാണെന്നും ഭാഗവത് കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സവർക്കർ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയ തന്ത്രമാണെന്ന് നിരീക്ഷകർ കരുതുന്നു. മഹാരാഷ്ട്രയിൽ സവർക്കർ എന്നത് വൈകാരികമായ ഒരു വിഷയമാണ്. RSS-ന്റെ ഈ ആവശ്യം ഏറ്റെടുക്കുന്നതിലൂടെ മറാത്തി വികാരം വോട്ടാക്കി മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഈ നീക്കത്തെ ദേശീയ തലത്തിൽ തന്നെ പ്രതിരോധിക്കുകയാണ്. ഗാന്ധിജിയുടെ ഘാതകർക്ക് പിന്തുണ നൽകിയ ചിന്താഗതിക്കാരെ ഭാരതരത്ന നൽകി ആദരിക്കുന്നത് രാജ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഒരു പുരസ്കാരം നൽകുന്നതിലൂടെ അതിന്റെ അന്തസ് വർദ്ധിക്കുമെന്ന RSS മേധാവിയുടെ വാക്കുകൾ സവർക്കറുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ചരിത്രപരമായ വസ്തുതകളെ വളച്ചൊടിച്ച് സവർക്കറെ മഹത്വവൽക്കരിക്കാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് ഇമ്രാൻ മസൂദ് ആവർത്തിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാഷ്ട്രങ്ങൾ എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് മുസ്ലിം ലീഗിന് മുൻപേ സവർക്കറാണെന്ന വാദമാണ് കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. വിഭജനത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും സവർക്കറുടെയും അന്നത്തെ ഹിന്ദു മഹാസഭയുടെയും തലയിൽ കെട്ടിവെക്കാനാണ് കോൺഗ്രസ് ശ്രമം. വരും ദിവസങ്ങളിൽ ഈ വിഷയം പാർലമെന്റിലും തെരുവുകളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്. സവർക്കർക്ക് ഭാരതരത്ന നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്.